ഒരു ധനികനായ ഒരു വ്യവസായി ഒരു ബോട്ടിൽ ചുമ്മാ ഇരിക്കുന്ന ഒരു മീൻപിടുത്തക്കാരനോട് ചോദിച്ചു. ഭയങ്കര ദേഷ്യത്തോടാണ് ചോദിച്ചു, നീ എന്തായാലും ചുമ്മാ ഇരിക്കുന്നു, പോയി മീൻ പിടിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ഇന്നത്തെ മീൻപിടുത്തം കഴിഞ്ഞു. അല്ല, നിനക്ക് പോയി കൂടുതൽ മീൻ പിടിച്ചു. പറഞ്ഞു, എനിക്കതിന്റെ ആവശ്യമില്ല. എന്തിനാണ് ഞാൻ ഒത്തിരി മീൻ പിടിക്കുന്നത്? നീ മീൻ പിടിച്ചാൽ കൂടുതൽ മീൻ കിട്ടും. കൂടുതൽ മീൻ കിട്ടിയാൽ നിനക്ക് വലിയ ബോട്ട് വാങ്ങാം. വലിയ ബോട്ട് വാങ്ങിയിട്ട് പിന്നെ നല്ല ഒരു നെറ്റ് വാങ്ങിക്കാൻ, നൈലോൺ നെറ്റ് വാങ്ങിക്കാം. അങ്ങനെ നീ വലിയ സമ്പന്നനാണ്, വലിയൊരു കമ്പനി തന്നെ തുടങ്ങാം. അങ്ങനെ ചോദിച്ചു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? എന്നിട്ട് നീ ചുമ്മായിരിക്കും. അങ്ങനെ ചോദിച്ചു, ഞാനിപ്പോഴും അതൊക്കെ ചെയ്യും. ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ ചുമ്മാ അതൊക്കെയുള്ള കാര്യം. നമ്മൾ ഈ മാസത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ധനവും ഞാനും. ധനവും നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ സഭയിലൊക്കെ പഠിക്കുന്നത്? ഞാനൊരു സർവേ ഗൂഗിളിലൊക്കെ നോക്കി. ഞാൻ കണ്ടത് ബൈബിളിൽ 500 വാക്യങ്ങളുണ്ട്. വിശ്വാസത്തെ കുറിച്ച് പ്രാർത്ഥനയും 500 വാക്യം. എന്നാൽ 2000 വാക്യങ്ങളുണ്ട് പണത്തെ കുറിച്ച്. യേശു 40% ധനത്തെ കുറിച്ച്. അതിന്റെ അർത്ഥം ദൈവത്തിന് അറിയാം, മണി മാറ്റേഴ്സ്. പണം വളരെ കാര്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ സാധാരണ പറയുമല്ലോ, നമ്മുടെ ഹൃദയമായിട്ട് എന്തോ ഒരു ബന്ധമുള്ളത് പോലാണ്. നമ്മൾ ആദ്യത്തെ ആഴ്ച നോക്കി എന്തുകൊണ്ട് നാം നോക്കി. കഴിഞ്ഞ ആഴ്ച നാം നോക്കി ഗിവിംഗ് ടു ദ പുവർ, ദരിദ്ര സാധുക്കൾക്ക് കൊടുക്കുന്നത്. ഇന്ന് നാം നോക്കുന്നത് കണ്ടെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സംതൃപ്തി. ബൈബിളിൽ അലംഭാവം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ഭാഷ ഞങ്ങൾ പാസ്റ്റർ എല്ലാവരും കൂടി ആ മലയാളത്തിലുള്ള അലംഭാവം എന്ന ആ വാക്കിന്റെ അർത്ഥം നോക്കിയപ്പോൾ അതിന്റെ അർത്ഥം സംതൃപ്തി. അതുകൊണ്ട് നാം ഇന്ന് തലക്കെട്ടായിട്ട് ആഗ്രഹിക്കുന്നത് സംതൃപ്തി എന്നാണ്. സംതൃപ്തി, ധനം കൈകാര്യം ചെയ്യുന്നതിലൊരു സംതൃപ്തി. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എത്ര പൈസ കിട്ടിയാലും നാം സംതൃപ്തരാണ്? ജീവിതത്തിൽ സംതൃപ്തി ഇല്ലാത്ത ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ട്? പണത്തെ കുറിച്ച് മാത്രമല്ല, പൊതുവെ നിങ്ങൾ എന്ത് ചെയ്താലും ശരി, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, നിങ്ങളെക്കാൾ എല്ലാം നല്ലതായിട്ട് അദ്ദേഹം ചെയ്യും. അല്ല, അദ്ദേഹം അങ്ങനെ ഒരു കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ? സംതൃപ്തി. പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ എത്ര മാർക്ക് കിട്ടിയാലോ 99.9 കിട്ടിയാലോ ശരിയാണ്. നല്ല മാർക്ക് കിട്ടിയത് ഉള്ളതിൽ ഒരു സംതൃപ്തി ഇല്ലാത്തവരോട് ജീവിക്കുന്ന കാര്യങ്ങൾ. ആക്ച്വലി ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് ധനത്തെ കുറിച്ചൊക്കെ ഉപദേശിക്കുന്ന പ്രമുഖരായിട്ടുള്ള ആളുകൾ പറയുന്നത് ഏറ്റവും വലിയ പണത്തെ കുറിച്ചുള്ള തത്വം എന്ന് പറയുന്നത് അത് കണ്ടെന്റ്മെന്റ് ആണ്, സംതൃപ്തിയാണ്. ഏറ്റവും വലിയ തത്വം, പണത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ തത്വം എന്താണ്? സംതൃപ്തി. എന്ന് പറയാമോ? സംതൃപ്തി എന്ന് പറഞ്ഞാൽ എത്ര പണം കിട്ടിയാൽ സംതൃപ്തിയാകും? എത്ര അക്കങ്ങളുള്ള സാലറി കിട്ടിയാൽ നമുക്ക് സംതൃപ്തരാകും? ഈ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് പറയുന്ന വേറൊരു കാര്യം, എത്ര ശമ്പളം കിട്ടും, എത്ര പണം നമ്മുടെ കയ്യിലുണ്ട്, എത്ര പണം നമ്മുടെ കയ്യിലില്ല എന്നതിലല്ല ധനത്തിലൊരു സംതൃപ്തി ഉണ്ടാകുന്നത്. മറിച്ച് ഉള്ളത് കൊണ്ട് ജീവിക്കാൻ ഒരു
ഡിസിഷൻ, ഒരു തീരുമാനം, അതിന് ആന്തരികമായ ഒരു ഒരു തീരുമാനം എടുക്കുമ്പോഴാണ് സമയം. പണം, നമുക്ക് പണം പുറത്ത് കാണാനില്ലേ? പണം അതേസമയം സംതൃപ്തി പുറത്ത് കാണാൻ പറ്റും. അത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് പറഞ്ഞു. ആന്തരികമായ ഒരു തീരുമാനം, അകത്തെ ഒരു പണഭാഗ്യമാക്കുമ്പോൾ സംതൃപ്തി എന്ന് പറയുന്നത് ആന്തരികമായ ഒരു കാര്യം. ആന്തരികമായ ഒരു കാര്യം. സംതൃപ്തിയും അസംതൃപ്തിയും ഒക്കെ നമ്മുടെ ഒരു തീരുമാനം. ഉള്ളത് കൊണ്ട് ജീവിക്കാൻ പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു തീരുമാനമാണ്, നമ്മുടെ ഒരു ചോയ്സ്, നമ്മുടെ ഒരു ചോയ്സ്, നമ്മുടെ ഒരു തീരുമാനം. എന്ന് വിചാരിച്ച് ഞാൻ ഇതൊക്കെ ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലോ? നമുക്ക് ഏതൊക്കെ താലന്തുകൾ ദൈവം തന്നിട്ടുണ്ടോ അത് വിശ്വസ്തയോട് ഉപയോഗിക്കാമെന്ന് വേറൊരു തത്വം കൂടെ സത്യം കൂടെ ദൈവം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി തൊട്ട് ഞാൻ എനിക്ക് സംതൃപ്തിയായിട്ട് എനിക്ക് ചുമ്മാ ഇരിക്കില്ല എന്നുള്ളതല്ല. പിന്നെയോ നമ്മുടെ താലന്തുകൾ വിശ്വസ്തയോട് ഉപയോഗിക്കാം. കുഞ്ഞുങ്ങൾക്ക് പഠിക്കാതെ തന്നെ ചിലപ്പോൾ 98% മാർക്ക് വന്നവരെയും അവർ കുഴപ്പമാനായിട്ട്, എന്നാൽ അവർക്ക് കിട്ടിയ താലന്തുകൾ വിശ്വസ്തയോട് ഉപയോഗിക്കുമ്പോഴോ അപ്പോഴാണ് ദൈവത്തിന് ഞങ്ങൾ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റി 80% ആണ് മാക്സിമം മാർക്ക്. പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് സബ്ജക്ട്സ് ആയിട്ട് 80% കൂടുതൽ മാർക്ക് തരാറ്. അങ്ങനെ പല കുട്ടികളും അവരെ നിരാശരാകും. കാരണം സയൻസ് സ്ട്രീമിൽ വരുന്ന കുട്ടികൾക്ക് 100 out of 100, 95 out of 100 ഒക്കെ കിട്ടി വരുന്നവർക്ക് സോഷ്യൽ സയൻസ് സബ്ജക്ട്സ് പഠിക്കുമ്പോൾ അവർക്കെല്ലാം 80 കിലോയും. പല കുട്ടികളും അസംതൃപ്തരാകും, ഇത്രയും പഠിച്ചത് ഇത്രയും. എന്നാൽ മാർക്കിലല്ല, അല്ല നമുക്കുണ്ടാക്കുന്ന പണത്തിലല്ല, പിന്നെ നമ്മുടെ താലന്തുകൾ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുക. സംതൃപ്തിയും വേണം, വിശ്വസ്തയോടെ നമ്മുടെ താലന്തുകൾ കൈകാര്യം ചെയ്യുക. ചിലർക്ക് ഇപ്പൊ എനിക്കൊരു കാര്യമില്ലേ ഞാൻ ചിന്തിക്കും, ഓ ആ കാര്യം എനിക്ക് കിട്ടിയാൽ എന്റെ ജീവിതം സാറ്റിസ്ഫൈഡ് ആയി എന്ന് നാം ചിന്തിക്കാറ്. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, പണങ്ങൾക്കോ പണത്തിനോ വസ്തുക്കൾക്കോ ജീവിതത്തിൽ സന്തോഷം തോന്നിക്കാൻ പറ്റും. എത്ര പൈസ ഉണ്ട്, അത് ഏറ്റവും വലിയ കടകൾ സൂപ്പർ മാർക്കറ്റിലെല്ലാം കയറിയാൽ 1 കിലോ സന്തോഷം കിട്ടും, 1 കിലോ സമാധാനം കിട്ടും. ഒരു പക്ഷെ പണം കൊണ്ട് നമ്മുടെ ജീവിത നിലവാരം ഉയർന്നേക്കാം. പറഞ്ഞാൽ ധാരാളം പണമുള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഓടിക്കുന്ന കാറുകൾക്ക് വ്യത്യാസം കാണും, അദ്ദേഹം താമസിക്കുന്ന വീടുകൾക്ക് വ്യത്യാസം കാണും, അദ്ദേഹത്തിന്റെ ഭവനമൊക്കെ ഒത്തിരി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള റൂമുകൾ കാണും, അദ്ദേഹം ഉപയോഗിക്കുന്ന പാത്രങ്ങൾക്ക് വ്യത്യാസം കാണും, അദ്ദേഹം ഇടുന്ന വസ്ത്രങ്ങൾക്ക് വ്യത്യാസം കാണും. നിലവാരം കൂടാം, പക്ഷെ ഗുണമേന്മ ഉണ്ടാകുന്നു, ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ കേട്ടതായിട്ട് നമ്മളുടെ രാഷ്ട്രപതി അദ്ദേഹം പറയുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കഥയുണ്ട്. പക്ഷേ കേട്ടതാണ്. അദ്ദേഹത്തിന്റെ അമ്മയും അച്ഛനും ജോലി ചെയ്യുന്നവരാണ്. ദരിദ്ര കുടുംബമായതൊക്കെ നമുക്കറിയാമല്ലോ. ജോലി കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം അമ്മ ആഹാരം ഉണ്ടാക്കി അച്ഛൻ്റെ കൂടി കൊടുത്ത റൊട്ടി കരിഞ്ഞുണ്ട്. ഈ കരിഞ്ഞ റൊട്ടി ഒന്നും പറയാതെ അദ്ദേഹം കഴിച്ചു. എന്നിട്ട് അബ്ദുൽ കലാം, ബഹുമാനപ്പെട്ട അബ്ദുൽ കലാമിനെ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് എന്താ അദ്ദേഹം പറഞ്ഞതെന്ന് തന്നെ അദ്ദേഹത്തിന് അറിയത്തില്ല. അമ്മ പറഞ്ഞു ക്ഷമിക്കണം, റൊട്ടി കരിഞ്ഞു. ഈ അമ്മ പറഞ്ഞു, ഇതാ പറഞ്ഞു എനിക്ക് കരിഞ്ഞ റൊട്ടി ഇഷ്ടമാണ്. അന്ന് രാത്രി അമ്മയ്ക്ക് പപ്പായിക്ക് ഉമ്മ കൊടുത്ത് ഗുഡ് നൈറ്റ് പറയാൻ ചെന്നപ്പോ ഈ മോൻ പപ്പായുടെ ചോദിച്ചു, ശരിക്കും കരിഞ്ഞ റൊട്ടി ഇഷ്ടമാണ് പപ്പായിക്ക്. പപ്പ ഇതാ പറഞ്ഞത്, ഈ മോനെ ചേർത്ത് വിളിച്ചിട്ട് പറഞ്ഞു, പകൽ മുഴുവൻ എന്റെ അമ്മ ചോദിച്ചില്ല. കരിഞ്ഞ റൊട്ടി കഴിച്ചു സാധനം, പക്ഷേ ഹാർഷായിട്ടുള്ള ക്രൂരമായ വാക്കുകൾ പറഞ്ഞ്
വേദന. ഈ ലോകത്തിൽ പൂർണ്ണതയുള്ള വ്യക്തികളുമില്ല, ഞാനും അപൂർണതയുള്ളവരാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ തെറ്റുകൾ സ്വീകരിച്ചു പോകുന്നു. എന്നാൽ എത്രയോ പണമുള്ള ഭവനങ്ങളിൽ വലിയ റൊട്ടികൾക്ക് ആഹാരത്തിന് കൂടിയ രുചി കുറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നത്തിൽ എന്തെല്ലാം വഴങ്ങും. പണം ജീവിത നിലവാരം വർദ്ധിപ്പിക്കാം, പക്ഷെ ജീവിതത്തിന്റെ ഗുണമേന്മ വസ്തുക്കൾക്കും പണത്തിനും നമുക്ക് ലഭിക്കാൻ സാധിക്കും. നമ്മൾ അനുഭവിക്കുന്ന സമാധാനം അത് പണം കൊണ്ട് നിൽക്കുന്നതല്ല, മറിച്ച് ദൈവത്തിന്റെ സമാധാനമാണ്. നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടാണ്, നമ്മുടെ വീട്ടിൽ ബുദ്ധിമുട്ടുകളില്ലാഞ്ഞിട്ടാണ്, നമ്മുടെ വീട്ടിൽ കടമില്ലാഞ്ഞിട്ടാണ് സമാധാനത്തോട് നമുക്ക്. പൈസ കൊണ്ട് കട്ടിൽ പിടിക്കാം, പക്ഷെ ഉറക്കം പിടിക്കാം. പൈസ കൊണ്ട് ആഭരണങ്ങൾ മേടിക്കാം, പക്ഷെ സൗന്ദര്യം മേടിക്കാൻ പറ്റില്ല. പൈസ കൊണ്ട് മനോഹരമായ വീടുണ്ടാക്കാം, പക്ഷെ ആ വീട് ഒരു ഭവനമാകണം. സമാധാനമുള്ളൊരു ഭവനമാണെങ്കിൽ പണം കൊണ്ട് നമുക്ക് പൈസ കൊണ്ട് ബുക്ക് മേടിക്കാം, പക്ഷെ ബുദ്ധി മേടിക്കാൻ പറ്റില്ല. ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്. പൈസ ഉള്ളവർക്ക് ധാരാളം വിനോദയാത്രകൾക്ക് പോകാം, പക്ഷെ സമാധാനം നമുക്ക് ലഭിക്കുന്നു. പണം കുറവാണെങ്കിലും സാധനങ്ങൾ നമ്മൾക്ക് കുറവാണെങ്കിലും നിറയെ കിടക്കാൻ കൂടെ അവിടെ കിടക്കാതെ സ്വസ്ഥതയോടെ കുളിയില്ലാതെ എത്രയോ ശരീരം മുഴുവൻ വേദന ഉണ്ടായിരിക്കാം, എന്നാലും സ്വസ്ഥമായി ഉറങ്ങുന്ന എത്രയോ പണത്തിന് വാങ്ങിക്കാൻ പറ്റാതെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ബന്ധം പണത്തിന് വാങ്ങിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് സംതൃപ്തരുള്ളവരായിരിക്കണം? എന്തുകൊണ്ട് സംതൃപ്തരുള്ളവരായിരിക്കണം? നമുക്ക് നോക്കാം. ബൈബിളിലെ ചില കാര്യങ്ങൾ. ആദ്യമായിട്ട് 1 തീമോഥെയോസ് 6:3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. 1 തീമോഥെയോസ് 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ 2 കാര്യം പറയുന്നുണ്ട്. അലംഭാവത്തോടും കൂടിയ ദൈവഭക്തി വലിയ ആദായമാണ്. അലംഭാവം എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, സംതൃപ്തി. സംതൃപ്തിയോട് കൂടിയുള്ള ദൈവഭക്തി വലുതായ ആദായമാകുന്നു. പിന്നെ അദ്ദേഹം പറയുന്നു, ദൈവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമുണ്ട്. ദൈവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമുണ്ട്. നമുക്കൊന്ന് വായിക്കാം. എന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തീമോഥെയോസിന്റെ ആ ചർച്ചിലുള്ള ആൾക്കാരുടെ സ്വഭാവമാണ് 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. ഒന്ന് വായിക്കാമോ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭക്തിവചനവും ഭക്തി കൊണ്ട് ഉപദേശവും അനുസരിക്കാതെ അന്യഥ ഉപദേശിക്കുന്നു. ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ജീവിച്ചിരിക്കുന്നു. അവയാൽ അസൂയ, ശണ്ഠം, ദൂഷണം, ദുസ്സംശയം, ദുർബുദ്ധികൾ, സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് സ്ഥാപിച്ച സഭയാണ്. ആ സഭയിലെ പാസ്റ്ററാണ് തീമോഥെയോസ്. അന്ന് അവരുടെ ചർച്ചയുള്ള അവരുടെ കൂട്ടത്തിലുള്ളവരുടെ ഒരു ചില കാര്യങ്ങളാണ് പറയുന്നത്. ഭക്തിവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കുന്നില്ല. ഒന്നും തിരിച്ചറിയാണ്. തർക്കവും വാദവും ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അസൂയുണ്ട്, ശബ്ദമുണ്ട്, ദൂഷണമുണ്ട്, ദുസ്സംശയമുണ്ട്, ദുർബുദ്ധികളുണ്ട്, പിന്നെ വൃഥാവാദം ചെയ്യുന്നവരുണ്ട്. ദൈവഭക്തി ഒരു ആദായ സൂത്രമായി കരുതുന്നു. അവര് ഭക്തിയുണ്ട്, പക്ഷെ ആ ഭക്തി ഉപയോഗിച്ച് എന്താണ് എന്തെങ്കിലുമൊക്കെ നേടാനായി അവർ ശ്രമിക്കുകയാണ്. ഓക്കെ, തൊട്ടടുത്ത വാക്യം 6 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളിൽ എന്നാൽ ഇദ്ദേഹം എന്ത് ചെയ്യണം? പാസ്റ്ററായ തീമോഥെയോസ് എന്ത് ചെയ്യണം എന്ന് വായിച്ചാൽ, അലംഭാവത്തോടെ കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നതാണ്. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതിനാണ്. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കൊടുക്കുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും
ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ല. ഇത് ചെയ്യാൻ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. എന്തുകൊണ്ട് നാം സംതൃപ്തരുള്ളവരായിരിക്കണം? അലഭ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, സംതൃപ്തി. സംതൃപ്തിയോട് കൂടിയ ദൈവഭക്തി വലിയ ആദായമാകും എന്ന് പറഞ്ഞാൽ സംതൃപ്തി ഇല്ലാത്ത ദൈവഭക്തിയോടും കാണുമായിരിക്കും. സംതൃപ്തി ഇല്ലാത്ത ദൈവഭക്തരായവരെ കാണുവാനൊക്കെ ഇവിടെ നാം കാണുന്നു. എന്തുകൊണ്ട് നാം സംതൃപ്തിയുള്ളവരായിരിക്കണം? സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി, അതാണ് വലിയ ആദായം. ഈ ലോകത്തിലേക്ക് എന്തെങ്കിലും കൊണ്ടുവന്നതാണ്. അമ്മമാരും അച്ഛന്മാരും കൊണ്ടല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളെ തുണിയിട്ടോടാണ് വന്നത്. എന്ത് മനോഹരമായ ഡ്രസ്സിട്ടോടാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ വന്നത്. പിന്നെന്താണ്? ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്നില്ല, ഇവിടുത്തെ യാതൊന്നും കൊണ്ടുപോകുന്നു. അതുകൊണ്ട് നമുക്ക് ഉണ്ണുവാനും കുടിപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കാം. ധനികനാകാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യും? അല്ലാതെ തന്നെ പല കെണിയിലും കുറുക്കിലും ഒക്കെ ആയിട്ട് ദോഷകരമായ മോഹങ്ങൾക്ക് ഇടയാണ്. പത്രങ്ങൾ വായിക്കുന്നുണ്ട് ഈ ദിവസത്തിൽ. ഒന്ന് കഴിഞ്ഞ് ഒന്ന് പണത്തിന്റെ പോലെ വിചാരിക്കുന്നു. അബ്രഹാം ദൈവത്തെ സ്നേഹിതനായി നീതിമാനായി എന്നാണ്. അവർക്ക് ദൈവീയാഗ്രഹമില്ല. പണം ഉണ്ടായിരുന്നു, എന്നാൽ ദൈവീയാഗ്രഹമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇതെല്ലാം പറഞ്ഞിട്ട് തീമോഥെയോസേ എങ്ങനെ ഇത് തീമോഥെയോസ് വിചാരിക്കുകയായിരിക്കും, എങ്ങനെയാണ് ദൈവീയാഗ്രഹം ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നത്? അപ്പോൾ ചുറ്റുപാടുമുള്ളവർ ദൈവീയാഗ്രഹത്തിലാണ്. പൗലോസ് എഫെസോസ് സഭയുടെ പാസ്റ്ററായി വളരെ ചെറുപ്പക്കാരനായി തീമോഥെയോസോട് പറയുന്നു, തീമോഥെയോസേ നീ ഓർക്കണം, സംതൃപ്തിയുള്ള ദൈവഭക്തിയാണ് ഏറ്റവും നല്ലത്. കാരണം ദൈവം ആഗ്രഹിച്ചു പോയാൽ അറിയാതെ തന്നെ നമ്മുടെ വിശ്വാസം നഷ്ടമായി. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വായിക്കാമോ? 11-ാം വാക്യം മുതൽ. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവരെ അത് വിട്ടുകൂടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർപ്പൊഴുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചു. നീ നിഷ്കളങ്കനും നിരപവാദിനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളേണം. എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പിലാത്തോസിന് മുമ്പിൽ നല്ല സ്വീകാരം കഴിച്ച ക്രിസ്തു യേശുവിനെയും സാക്ഷിച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. അപ്പോൾ ദിവ്യാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് വിട്ടോടിയാൽ മാത്രം പോരാ. പിന്നെ നമ്മുടെ ചെറുതിനെയൊക്കെ നമ്മൾ സ്വീകരിക്കണം. നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യം. ഇതും പണവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ കാണുമ്പോൾ നമുക്കൊരു ബന്ധവുമില്ല. നീതി കാണുമായിരിക്കും. വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് ഇതും പണവുമായി ദിവ്യാഗ്രഹവുമായി ബന്ധം. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ കുറയുകയാണെങ്കിൽ അറിയാതെ തന്നെ ചിലരൊക്കെ വിശ്വാസം വിട്ടൊഴിഞ്ഞു പോയവരുടെ കൂട്ടത്തിൽ നമ്മളായിരിക്കും. അതുകൊണ്ട് നാം എന്ത് ചെയ്യുക? ഇതിനെ പിന്തുടരുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, വിശ്വാസത്തിന്റെ നല്ല ബോധം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ബുക്ക് വായിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിത്യതയുടെ കാഴ്ചപ്പാടിൽ വേണം നമ്മൾ കാണാൻ. ഈവൻ കുടുംബ ജീവിതം, നമ്മുടെ വിദ്യാഭ്യാസം എല്ലാം നിത്യജീവന്റെ വെളിച്ചത്തിൽ വേണം നാം കാണാൻ. ഇവിടെ നാം താമസിക്കുന്ന 80 വർഷം നിത്യതയിൽ തോന്നാൽ എത്രയോ വർഷങ്ങൾ. ആ വർഷങ്ങളിലേക്ക് ഒരുക്കമായി നാം കാണുന്നു. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ നല്ല പോർക്കൊടുക്കാൻ, വിശ്വാസത്തിന് നല്ല പോർക്കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നാം മനസ്സിലാക്കുക, ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. മൂലം എന്ന് പറഞ്ഞാൽ കാരണമാണ്.
സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തിയാണ് ഏറ്റവും വലിയ ആദായം. ദുഷ്ടന്മാർക്കുള്ള അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പ ഏറ്റവും നല്ലത്. അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പ നല്ലത്. അതുകൊണ്ട് യേശു പറയുന്നു, സകലത്തെ വ്യാഗ്രഹം സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളി. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവൻ ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് യേശു മൂഢനായ ധനികന്റെ കഥ പറഞ്ഞു. ധാരാളം എല്ലാം സമ്പാദിച്ചു വെച്ചു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. യേശു ചോദിക്കുന്നു, മൂഢ, ഈ രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആരാണ്? ദൈവസംബന്ധമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നതിന്റെ കാര്യം സകലവിധ ദൈവ്യാഗ്രഹവും വിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓടി, നീതി, ദയ, സൗമ്യത, വിശ്വാസം, ഇത് നമ്മൾ എന്ത് ചെയ്യണം? പിന്തുടരണം. എന്തുകൊണ്ട് നാം സംതൃപ്തിയുള്ളവരായിരിക്കണം? ഒന്നാമത്തെ കാര്യം, ദൈവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും ധനമല്ല, പിന്നെന്താണ്? ദൈവ്യാഗ്രഹം. അത് മാത്രമല്ല, സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തിയാണ് ഏറ്റവും വലിയ ആദായം. രണ്ടാമത് നമ്മൾ നോക്കാം, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. എവിടെ നമ്മുടെ നിക്ഷേപമുണ്ടോ അവിടെയാണ് നമ്മുടെ ഹൃദയം. എവിടെ നമ്മുടെ നിക്ഷേപമുണ്ടോ അവിടെയാണ് നമ്മുടെ ഹൃദയം എന്ന് യേശു പറഞ്ഞ വാക്കുകൾ 6-ാം അധ്യായത്തിന്റെ 19 മുതൽ വായിക്കാം. പുഴുവും തുരുമ്പും കെടുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെ നിന്റെ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുകയും. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചുവന്നുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലും നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്! 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയുകയില്ല. നമ്മുടെ നിക്ഷേപം ഉള്ളിടത്ത് നമ്മുടെ ഹൃദയം ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ പ്രാധാന്യമായ ഒരു ഫൈനാൻഷ്യൽ തത്വം യേശു പറയുകയാണ്. 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട്, ഒരു യജമാനൻ ദൈവവും ഒരു യജമാനൻ ധനവും. ഒരു യജമാനൻ ദൈവവും ഒരു യജമാനൻ ധനവും. എന്നിട്ട് പറയുന്നു, അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റുള്ളവരെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയുകയില്ല. എന്തുകൊണ്ട് നാം സംതൃപ്തരുള്ളവരായിരിക്കണം? ദൈവത്തോടുള്ള സ്നേഹവും പണത്തോടുള്ള സ്നേഹവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും എന്നൊക്കെ നാം ചിന്തിച്ചിരിക്കാം. പക്ഷെ യേശു പറയുന്നത് എന്താണ്? സാധിക്കത്തില്ല. ഒന്ന് ദൈവത്തെ സ്നേഹിക്കും, അല്ലെങ്കിൽ പണത്തെ സ്നേഹിക്കും. ഒന്ന് ദൈവത്തെ പറ്റിച്ചേരും, അല്ലെ പണത്തിനോട് പറ്റിച്ചേരും. രണ്ടും കൂടെ പറ്റിച്ചേർന്ന് നടക്കാൻ യാതൊരു സ്ഥലവുമില്ല. നമ്മളെ പറ്റത്തില്ല. യേശു അല്ലേ നമ്മളെ സൃഷ്ടിച്ചത്? ദൈവമല്ലേ നമ്മളെ സൃഷ്ടിച്ചത്? ദൈവത്തിന് നമ്മുടെ സ്വഭാവം അറിയുന്നത് നമുക്ക് നമ്മുടെ സ്വഭാവം അറിയാമോ? ഒരുപക്ഷെ സൈക്കോളജിസ്റ്റും ഡോക്ടേഴ്സും സോഷ്യോളജിസ്റ്റും ഒക്കെ കുറച്ചൊക്കെ നമ്മുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞിരിക്കാം. ദൈവത്തിന് അറിയുന്നതിൽ കൂടുതൽ നമുക്കറിയില്ലല്ലോ. ദൈവം ഒരു വാണിംഗ് തന്നിരിക്കുകയാണ്. പണത്തെയും ദൈവത്തെയും കൂടെ ഒരേ ബോട്ടിൽ കൊണ്ടുപോകാൻ, ഒരുപോലെ സ്നേഹിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. തുടർന്ന് താഴോട്ടുള്ള വാക്കുകൾ അറിയാമല്ലോ. നമ്മൾ എന്തിനാ വിചാരിക്കുന്നത്? നമ്മുടെ ശരീരത്തിനായി, നമ്മുടെ വസ്ത്രത്തിനായി, നമ്മുടെ ജീവനായി, നമ്മുടെ ആഹാരത്തിനായി, നമ്മുടെ വെള്ളത്തിനായി എന്തിനാണ് നമ്മൾ ഭാരപ്പെടുന്നത്? നമ്മൾ വ്യാകുലപ്പെടേണ്ടത് കേട്ടോ. കാരണം സ്വർഗസ്ഥനായ പിതാവ് ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ശലോമോൻ ചിന്തിച്ചിട്ട് എത്ര മനോഹരമായ ഒരു വസ്ത്രം, നമ്മൾ കാണുന്ന പൂക്കളെ പോലെ മനോഹരമായ വസ്ത്രം തുന്നാൻ ശലോമോൻ കഴിയുന്നില്ലല്ലോ. കാക്കകളെ നോക്കി വിലക്കെങ്കിലും തന്റെ സൃഷ്ടിതാവായ ദൈവത്തിന് അവർ ആവശ്യമുള്ളത് നൽകുന്നു. ഒരു കാക്കയെങ്കിലും പട്ടിണി കിടച്ചത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു മൃഗമെങ്കിലും പട്ടിണി കിടച്ചത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ.
സ്വർഗസ്വനായ ദൈവം, അവരുടെ സൃഷ്ടാവായ ദൈവത്തിൽ അവരുടെ ആവശ്യം അറിയണമെങ്കിൽ എത്ര അധികം നമ്മൾ സ്വരൂപത്തിൽ സൃഷ്ടിച്ച നമ്മുടെ ആവശ്യം നമുക്ക് ദൈവത്തിന് അറിയാം. ഒരു പക്ഷേ ഇന്നല്ലായിരിക്കും നാളെ, നമ്മൾ ഇന്നായിരിക്കും തീയതി വെച്ചത്, നാളെ ആയിരിക്കും ദൈവം തരുന്നത്. അതാണ് ദൈവത്തിന്റെ സമയം. നമ്മൾ കുറെ നാൾ ജീവിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ദൈവത്തിന്റെ സമയത്തിന്റെ വിശേഷത. ദൈവത്തിന്റെ സമയത്ത് നമുക്ക് കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ അത് ഏറ്റവും മനോഹരമായിരിക്കും. അതുകൊണ്ട് ഒഴിക്കുന്നതായ ലോകത്തിന്റെ നന്മകളെ നിക്ഷേപത്തെ കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കരുത്. മറിച്ച് മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. അപ്പോൾ ദൈവത്തിന് പുറകെയും ഓട്ടത്തിന് പകരം നമുക്ക് എന്ത് ചെയ്യണം? ദൈവത്തിന് പുറകെ, ദൈവരാജ്യത്തിന് പുറമെ, ദൈവത്തെ സ്നേഹിക്കുന്നതിന് പുറമെ നമുക്ക് ഓടാം. അപ്പോൾ ദൈവം നമ്മുടെ ആവശ്യങ്ങളെല്ലാം അതാണ് സമയത്ത് നമുക്ക് തരും. ഞാൻ പറഞ്ഞില്ലേ, പണത്തിന് വാങ്ങിക്കാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. പണത്തിന് വാങ്ങിക്കാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ പണത്തിന് വാങ്ങിക്കാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങളാണ് നാം ഒത്തിരി നേടുന്നത്. അല്ലേ? ഒത്തിരി സമാധാനം, സന്തോഷം, കാര്യം, ദയ പണത്തിന് വാങ്ങിക്കാൻ പറ്റുമോ? ആരോഗ്യം പണത്തിന് വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. ഇതെല്ലാം ദൈവമാണ് നമുക്ക് തരുന്നത്. മൂന്നാമതായി, എന്തുകൊണ്ട് നാം സംതൃപ്തരായിരിക്കണം? എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ദൈവം നമ്മളെ ഒരു നാളും കൈവിടുന്നില്ല. ദൈവം നമ്മളെ ഒരു നാളും കൈവിടുന്നില്ല. അതുകൊണ്ട് നാം സംതൃപ്തരുള്ളവരായിരിക്കണം. ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 5-6 വാക്യങ്ങൾ. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാധികമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുമല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തോന്നുന്നു, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഇവിടെ നാം കാണുന്നു ദിവ്യാഗ്രഹവും സംതൃപ്തിയും തമ്മിൽ ഭയങ്കര ഒരു കണക്ഷനാണ്. ദിവ്യാഗ്രഹവും സംതൃപ്തി രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പക്ഷെ പലപ്പോഴും ഭയം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അറിയാതെ ദ്രവ്യം ആഗ്രഹത്തിന്റെ പുറകെ, ദ്രവ്യത്തിന്റെ പുറകെ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുന്നില്ല, ഉപേക്ഷിക്കുന്നില്ല. താഴോട്ട് പറയുന്നു, കർത്താവ് നിന്നെ കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യവും സ്തോത്രത്തോടെ ദൈവത്തോട് ദൈവം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും ദൈവം നമ്മളെ കൈവിടുന്നില്ല. ദൈവം നമ്മളെ കൈവിടുന്നില്ല. നമ്മളിവിടെ പല മാതാക്കളും പിതാക്കളും ഒക്കെ ഉണ്ടല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൂരെ പോയാൽ, അല്ലെങ്കിൽ സ്കൂളിൽ പോയാൽ, അല്ലെങ്കിൽ ദൂരെ ഇവിടെ യാത്ര അയക്കുമ്പോൾ കൂടെ പോകാൻ പറ്റുമോ? രോഗിയായി കുഞ്ഞുങ്ങളെ പറഞ്ഞു വിട്ടിട്ടുള്ള സാഹചര്യങ്ങൾ എനിക്കുണ്ട്. എനിക്ക് കൂടെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കൂടെ പോകാൻ സാധിക്കുന്നില്ല. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് മാതാപിതാക്കൾക്ക് പരിമിതികളുണ്ട്. എന്നാൽ മാതാപിതാക്കളായി നമുക്ക് എത്തിച്ചേരാൻ വയ്യാത്ത സാഹചര്യങ്ങളിലും എത്തിച്ചേരുന്ന ദൈവമുണ്ട്. ആ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കില്ല. മാതാപിതാക്കൾ കരുതുന്നതൊക്കെ ഇല്ല എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഒരു പക്ഷെ കുഞ്ഞുങ്ങൾ തിരിച്ച് ചിന്തിക്കുമായിരിക്കാം, എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി കരുതുന്നില്ലല്ലോ എന്ന്. നിങ്ങൾ കരുതുന്നതിനപ്പുറമായി, നിങ്ങൾ സ്നേഹിക്കുന്നതിനപ്പുറമായി, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ദൈവം നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ തുടങ്ങിയാണ്. നിങ്ങൾ കരുതണ്ടെന്നല്ല, നിങ്ങൾ പരിമിതികൾക്കപ്പുറമായി ദൈവം അവരെ കൈവിടുന്നില്ല, ദൈവം അവരെ ഉപേക്ഷിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? നാം സംതൃപ്തരാണ്. നമുക്കറിയാം, ഈ സംതൃപ്തിയെ കുറിച്ച് പഠിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസ്, സോഷ്യൽ, ഇംഗ്ലീഷും കെമിസ്ട്രി ഒക്കെയാണ് പഠിക്കുന്നത്. ദിവ്യാഗ്രഹമില്ലാതെ സംതൃപ്തിയോടെ ഇരിക്കുക എന്നുള്ളത് പഠിക്കുന്ന ഒരു കാര്യമാണെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഫിലിപ്പിയരുടെ 4-ാം അധ്യായത്തിന്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നോക്കാം. ഫിലിപ്പിയരുടെ 4-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിക്കാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചു. ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിപ്പാൻ ആര് പഠിച്ചിട്ടുണ്ട്?
അപ്പോസ്തലനായ പൗലോസ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കൂടെ ആസ്തി ഒരുമിച്ച് കൂട്ടിയിട്ടാലും അതിനേക്കാളും ആസ്തിയുള്ള വ്യക്തിയെ അപ്പോസ്തലനായ പൗലോസ്. നമ്മളിവിടെ നമുക്ക് ലഭിക്കാവുന്ന എല്ലാ മാന്യതയും കൂട്ടി വെച്ചാൽ അതിനേക്കാളെല്ലാം പഠിത്തവും മാന്യതയും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. എല്ലാം ഉള്ള വ്യക്തി ക്രിസ്തു നിമിത്തം എല്ലാം വേണ്ടായിരുന്നു വെച്ചു. ആ വ്യക്തി പറയുകയാണ്, ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിക്കാൻ വായിച്ചേ. താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശുദ്ധിരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിലും. നമ്മൾ പലപ്പോഴും ഈ വാക്യം കോട്ട് ചെയ്യുന്നത് സംതൃപ്തിയുടെ ആ ഒരു കോണ്ടെക്സ്റ്റിലല്ല. ഈ ഒരു വാക്കുകൾ പഠിക്കാൻ പറ്റാത്ത വിഷയം ഒക്കെ അതെല്ലാം ശരിയാണ്. പക്ഷെ അപ്പോസ്തലനായ പൗലോസ് ആദ്യം ഇത് പറയുന്നത് എന്താണ്? തന്റെ ജീവിതത്തിൽ സംതൃപ്തിയോടെ ഇരിക്കാൻ, ബുദ്ധിമുട്ടിലും സമൃദ്ധിയിലും ഇല്ലായ്മയിലും ഉള്ളപ്പോൾ താഴ്ചയിലും ഉയർച്ചയിലും ഒക്കെ സംതൃപ്തനായിരിക്കാൻ, ഒരു കംപ്ലൈന്റും ഇല്ലാതിരിക്കാൻ എന്നെ ശീലിപ്പിച്ചു. ശീലിപ്പിച്ചു എന്നെ ശക്തനാക്കുന്ന സകലത്തിലും എന്ന് പറഞ്ഞാൽ സംതൃപ്തി ഇല്ലാത്ത ജീവിതം നാം നയിക്കുന്നെങ്കിൽ നമ്മളെ അതിലേക്ക് ശക്തനാക്കുന്നത് ദൈവമാണ്, ദൈവത്തിന്റെ പരിശുദ്ധമാണ്. അത് പണത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും സംതൃപ്തരായിരിക്കാൻ എന്നെ ശക്തനാക്കുന്ന സകലത്തിലും മതിയാണ്. മുമ്പേ പറഞ്ഞല്ലോ, സംതൃപ്തി എന്നതൊരു തീരുമാനം, ചോയ്സാണ്. പഠിക്കാൻ പറ്റുന്നൊരു കാര്യം. ABCD പഠിക്കാൻ അറിഞ്ഞോണ്ടല്ലോ നമ്മളെല്ലാവരും ജനിച്ചതില്ലേ? പഠിക്കാൻ അറിഞ്ഞോണ്ടല്ലോ നമ്മളെല്ലാവരും ജനിച്ചതാണ്. അല്ല, എന്ത് കഷ്ടപ്പെട്ട് കാണും അച്ഛനും അമ്മയും LKG ടീച്ചറും ഏതൊരു ശീലിക്കുക പഠിപ്പിക്കാൻ. അതേപോലെ നാം എന്ത് ചെയ്യുക? ശീലിക്കുക, സംതൃപ്തിയോടെ ഇരിക്കാൻ ശീലിക്കുക. നമ്മുടെ അധ്യാപകൻ ആരാണ്? പരിശുദ്ധാത്മാവാണ്. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിലും അനുഭവം. മൂന്ന് പോയിന്റ് ഞാൻ പറഞ്ഞത് എങ്ങനെ നമുക്ക് ജീവിതത്തിൽ ഇത് പഠിക്കാനായിട്ട് സാധിക്കും. ഒന്നാമതായി നാം കാണുക ദൈവവചനം മനസ്സിലാക്കുക. ദൈവവചനം മനസ്സിലാക്കുക. ദൈവം പറയുന്നു, യഹോവ എന്റെ ഇടയനാണ്, എനിക്ക് വിട്ടുകൊടുക്കുക. പച്ചയായ പുത്രങ്ങളുടെ യഹോവയുടെ ഇടയനാകുന്നു, എനിക്ക് ആവശ്യമുണ്ടാകുന്നില്ലെന്നാണ് പറയുന്നത്. ആവശ്യക്കാരാണ്, പക്ഷെ എന്റെ ആവശ്യങ്ങളെല്ലാം നിവർത്തിക്കുന്ന ഇടയനുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ ദൈവത്തെ എന്റെ ഇടയനാക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തപ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്കൊരു സംതൃപ്തിയില്ല. പച്ചയായ കണ്ടാലും ഞാൻ പറയും, അപ്പുറത്തെ വീട്ടിലെ പോച്ചയാണ് ഏറ്റവും നല്ലത്, അപ്പുറത്തെ വീട്ടിലെ മമ്മിയാണ് ഏറ്റവും നല്ലത്, അപ്പുറത്തെ വീട്ടിലെ മോളാണ് ഏറ്റവും നല്ലത്, ഇപ്പുറത്തെ വീട്ടിലെ ബ്രദറാണ് ഏറ്റവും നല്ല ബ്രദർ, അല്ല അപ്പുറത്തെ ജോലിയാണ് എനിക്ക് നല്ലത്. തൃപ്തരാക്കുന്ന ഇടയന്റെ യഹോവയായ ദൈവം നമ്മുടെ ഇടയനാണ്. അതിനാണ് ദൈവമാണ് നമുക്ക് സംതൃപ്തി തരുന്നത്. അതുകൊണ്ട് ഇത് നമ്മൾ സ്വീകരിക്കുക. ദൈവമേ, എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഇടയനാണ്. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. എന്റെ ജീവിതത്തിലെ എല്ലാ വിഷയവും, ഈവൻ എന്റെ ഭയന്നുകൊണ്ടും ദൈവമേ അങ്ങേ ഇടയനെ സ്വീകരിക്കുന്നു. എനിക്ക് ചെയ്യാനുള്ള എല്ലാ പ്രവൃത്തി, എന്റെ വിഷമങ്ങളിലെല്ലാം ആ ഇടയനായി വരണം. യഹോവയെ നാം സ്വീകരിക്കുക, യഹോവയെ നാം അന്വേഷിക്കുക, ദൈവത്തിന്റെ രാജ്യം നാം അന്വേഷിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ എടുത്താൽ നമുക്കറിയാം ദൈവത്തിന്റെ രാജ്യമാണോ നാം അന്വേഷിക്കുന്നത്, നമ്മുടെ ഭാവിയാണോ നാം അന്വേഷിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ ദിവസം കുടുംബ പ്രാർത്ഥന എടുത്തു, കഴിഞ്ഞ ഒരാഴ്ച കുടുംബ പ്രാർത്ഥന എടുത്തു, എന്തൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ളത്? ആ പ്രാർത്ഥന ആ പ്രാർത്ഥന ഒന്ന് ഇവാലുവേറ്റ് ചെയ്താൽ നമുക്കറിയാം ദൈവത്തെയും ദൈവരാജ്യത്തെയാണോ നമ്മൾ അന്വേഷിക്കുന്നത്, അതോ 60, 70, 80 വർഷം കൊണ്ട് ഇവിടെ ഇട്ടിട്ട് പോകേണ്ട കാര്യത്തെയാണോ അന്വേഷിക്കുന്നത്? ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തിന്റെ വചനം നാം അനുസരിക്കുക. അടുത്തതായി നമ്മുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും തമ്മിൽ നമുക്ക് ഒരു വ്യത്യാസം മനസ്സിലാക്കുക. വാണ്ട്സ് ആൻഡ് നീഡ്സ്. ആവശ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ആവശ്യങ്ങളുണ്ട്, ആഗ്രഹം. എനിക്ക് ആഹാരം കഴിക്കുന്ന എന്റെ ആവശ്യമില്ല. ആഹാരം കഴിച്ചിട്ടെത്തി കുറെ
കുറെ നാൾ കഴിയുമ്പോൾ അസുഖം. പക്ഷെ എന്നും ഹോട്ടലിലെ ഫുഡ് കഴിക്കണമെന്നാണോ? അതിന്റെ ആവശ്യമില്ല. എന്നും ഹോട്ടലിലെ ഫുഡ് പോലുള്ള ആഹാരം വേണം എന്റെ വീട്ടിലെന്ന് ഞാൻ ചിന്തിക്കുന്നതോ? അതിന്റെ ആവശ്യമില്ല. ഞാൻ കടയിലൊക്കെ പോകുമ്പോൾ ഞാൻ സാധനം കർത്താവ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിക്കരുത്. കാരണം നമ്മൾ കടയിൽ പ്രത്യേകിച്ച് വിശന്നിട്ട് നമ്മൾ ബേക്കറിക്ക് കാണുന്ന എല്ലാം ഇഷ്ടമാണ്. പക്ഷേ വിശപ്പോണ്ടാണ് അതെല്ലാം ആഗ്രഹിച്ചത്. പലപ്പോഴും നിങ്ങൾ പറയാറുണ്ട് വിശന്നിട്ട് ബേക്കറിക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? വ്യത്യാസം മനസ്സിലാക്കും. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ സാധനങ്ങൾ ലിസ്റ്റ് എഴുതുമ്പോൾ നമ്മൾ ചോദിക്കാം, ആവശ്യമാണോ? ആവശ്യമുള്ളതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും വാങ്ങിക്കണം. നിങ്ങൾക്ക് പുസ്തകം വേണം, നിങ്ങൾക്ക് നോട്ട്ബുക്ക് വേണം, പേന വേണം, നമ്മുടെ ഭവനത്തിൽ ആവശ്യപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് എപ്പോഴും ഞാൻ മുമ്പോട്ട് പോയാൽ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സംതൃപ്തി ലഭിക്കും. അതുകൊണ്ട് നാം എന്ത് ചെയ്യുക? നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുക്കുക. അവസാനമായി നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു ഗ്രേറ്റ്ഫുൾനെസ്, ഒരു നന്ദി. 3 കാര്യങ്ങൾ പറഞ്ഞു. 1, ദൈവവചനത്തിന്റെ സത്യം. യഹോവ എന്റെ ഇടയനാണ്, എനിക്ക് യഹോവയാണ് സംതൃപ്തി നൽകുന്നത്. ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുക, നന്മയും കരുണയും എന്റെ ആവിഷ്കാരമൊക്കെ വിശ്വസിച്ചാൽ മാത്രം പോലെ അത് മനസ്സിലാക്കും. 2-ാമതായി ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിൽ വ്യത്യാസമായി കാണും. അവസാനമായി ഇത് നന്ദിയോടെ എൻ മനമേ ഉപകാരങ്ങളൊന്നും മാറും. അവൻ നിന്റെ അകത്തൊക്കെ രുചിക്കുന്നു. സകല രോഗങ്ങളും സത്യമാണ്. അവൻ നിന്റെ ജീവനെ നാശത്തിന് വീണ്ടെടുക്കും. കൊറോണ കാലത്ത് ആ വാക്യം ഞാൻ കാണാതെ പറയുമ്പോൾ എപ്പോഴും എന്റെ പ്രാണനെ ദൈവം വിളിച്ചു. 2020 ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ്. ആ സമയത്താണ് എനിക്കില്ലാത്തതിനെ ഓർത്ത് ഞാൻ നിർബന്ധിക്കുന്നത്. അല്ല, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും നന്ദി ദൈവമേ, നീ എനിക്ക് എന്റെ കരി തന്നല്ലോ, ഉച്ചയ്ക്ക് എനിക്ക് ആഹാരം തന്നല്ലോ, അല്ലെങ്കിൽ എനിക്ക് ചായ കുടിക്കാൻ അവസരം തന്നല്ലോ, ആരോഗ്യം തന്നല്ലോ, തന്നെ എഴുന്നേൽക്കാൻ ആരോഗ്യം തന്നല്ലോ, എല്ലാ കാര്യത്തിലും നന്ദിയുള്ളവരായിരിക്കും. നമ്മൾ കുറെ പ്രായമൊക്കെ ജീവിച്ച് മുമ്പോട്ട് പോകും. പണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല ജീവിതത്തിലായിരുന്നു. അവരെല്ലാം ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. എന്നെ സ്കൂളിൽ പഠിപ്പിച്ചവരുണ്ട്, എന്നെ സ്കൂളിൽ കൊണ്ടുവിട്ടവരുണ്ട്, അല്ലെങ്കിൽ എന്നെ ട്യൂഷൻ പഠിപ്പിച്ചവരുണ്ട്. ഞാൻ തോക്കാൻ പോയ സമയത്ത് എന്നെ രക്ഷിക്കാനായി ട്യൂഷൻ ടീച്ചറായിട്ട് വന്നവരുണ്ട്. അവരെല്ലാം ഓർത്ത് നന്ദി, ദൈവത്തിന് നന്ദി പറയുക. ചെറിയ കാര്യത്തിൽ പോലും ദൈവത്തിന് നന്ദി പറയുക. നമ്മുടെ ഭവനത്തിൽ അച്ഛനോടും അമ്മയോടും നന്ദി പറയുക. നന്ദി നല്ല ആഹാരം ഉണ്ടാക്കി തന്നെ, അമ്മ എന്നെ പാട്ട് പഠിപ്പിക്കാൻ കൊണ്ടുവരുന്നു, പാട്ട് പാടാൻ കൊണ്ടുവരുന്നു, താങ്ക് യു. നന്ദിയുള്ളവരായിരിക്കും. മനുഷ്യരോട് നന്ദി ഇല്ലാത്തവർ പലപ്പോഴും ദൈവത്തോട് നന്ദി പറയാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ താങ്ക് യു. മക്കളെ, കൊച്ചുമക്കളൊക്കെ ഉണ്ടല്ലോ, അമ്മ ആഹാരം ഉണ്ടാക്കി തരുമ്പോൾ, അമ്മ വസ്ത്രം കഴുകി കൊണ്ട് തരുമ്പോൾ പറയുന്നു താങ്ക് യു. നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്നവർ നല്ല വൃത്തിയായിട്ട് ഒത്തിട്ട് പോകുമ്പോൾ പറയുക താങ്ക് യു. നന്ദി. ഇതൊക്കെ സംതൃപ്തി നമുക്ക് വളർത്താൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ പണത്തോട് സംതൃപ്തിയാണ് ഏറ്റവും വലിയ ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിൾ. നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അത് പഠിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുന്നത്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ വേലഭാഗം നമ്മുടെ മനസ്സിലോട്ട് വരുവാനും എന്നെ ശക്തനാക്കുന്ന ഞാൻ സകലത്തിലും മതിയായിരിക്കണം. ഒന്ന് പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്ന ഞാൻ സകലത്തിലും മതിയായവനാണ്. ജീവിതത്തിൽ പണത്തോടുള്ള വിഷയത്തിലല്ല, വേറെ ഏതെങ്കിലും വിഷയത്തിൽ അസംതൃപ്തി കൊണ്ട് നടക്കുന്നത് അത് ശരിയല്ല, ഇത് ശരിയല്ല, അപ്പൊ അങ്ങനെ ആ ആൾ ശരിയല്ല, ഈ ആൾ ശരിയല്ല, അല്ലെങ്കിൽ ഭവനത്തിലുള്ളവർ ശരിയല്ല, കൂട്ടുകാർ ശരിയല്ല, അങ്ങനെയൊക്കെ. അത് മാത്രമല്ല, ദ്രവ്യത്തോടും അതുപോലെ ഇതുപോലെ സാധനങ്ങളോട് അത് വേണം, ഇത് വേണം, കാണുന്നതെല്ലാം വേണം എന്നുള്ള ആരെങ്കിലും പരിശുദ്ധാത്മാവിനെ ഇൻവൈറ്റ് ചെയ്ത് പറഞ്ഞേ,
അപ്പോസ്തലനായ പൗലോസ് പ്രവർത്തിച്ച ആ ദൈവശക്തി എന്നിൽ വ്യാപരിക്കുന്നു. ഉള്ളതുകൊണ്ട് ഞങ്ങളെ സമയങ്ങളെ ഏൽപ്പിച്ച കാലങ്ങൾ വിശ്വസ്തയോട് കൈകാര്യം ചെയ്യാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. ദൈവത്തോടാൻ എന്നെ സഹായിക്കണമേ. എന്റെ നിക്ഷേപം ഈ ലോകത്തിലല്ല കർത്താവേ, സ്വർഗത്തിൽ എന്റെ നിക്ഷേപം സൂക്ഷിക്കാൻ എന്നെ സഹായിക്കണം. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഭയമുണ്ട്, നാളെയെ കുറിച്ച് ഭയമുണ്ട്. ഇന്ന് ഞാൻ ജോലി ചെയ്തില്ലെങ്കിൽ നാളെ എന്തായിത്തീരും? ഇന്ന് ഞാൻ ജോലി ചെയ്ത് എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംഭരിച്ചില്ലെങ്കിൽ നാളെ എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിത്തീരും എന്ന് വിശ്വസിക്കുന്ന കരുതാരുണ്ട്. ദൈവം നിങ്ങളോട് പറയുകയാണ്, ദൈവം എന്നോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കും. പരിശുദ്ധാത്മാവിനെ ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ ഭയമുള്ള ഏരിയയിലും പരിശുദ്ധാത്മാവിനെ ഇൻവൈറ്റ് ചെയ്തു. എത്ര പരിശ്രമിച്ചിട്ട് പണം ഒരോട്ട സഞ്ചരിക്കുന്നത് പോലെ ആ ഒരു ഭാഗത്തിലോട്ട് പരിശുദ്ധാത്മാവിനെ ഇൻവൈറ്റ് ചെയ്തു. യഹോവയുടെ ഇടയനാണെന്ന് പറഞ്ഞു, യഹോവയുടെ ഇടയനാണെന്ന് പറഞ്ഞു, ആരെങ്കിലും ചൂഷണം ചെയ്തിട്ടുണ്ട്, ആരെങ്കിലും നിങ്ങളെ കവർന്നിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ചിട്ട് പറ, കർത്താവേ യഹോവയുടെ ഇടയനായിട്ട് ആ സാധനത്തിൽ അനേക ദുഷ്ടന്മാരുടെ സമൃദ്ധിയെക്കാളും നീതിമാനുള്ള ഒരു നിമിഷം പണത്തോടുള്ള വിഷയത്തിൽ ഏതെങ്കിലും തീരുമാനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യങ്ങളോ ഉള്ളവർ എന്നെ കേൾക്കുന്നില്ല. ഒരു നിമിഷം നമ്മുടെ കരം സ്വർഗത്തിലോട്ട് എന്തെങ്കിലും ആവശ്യം ദൈവമാകാൻ, എന്തെങ്കിലും ഒരു ആവശ്യം പണത്തോടുള്ള വിഷയത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീരുമാനം പണത്തോടുള്ള വിഷയത്തിൽ നിങ്ങൾ എടുക്കണം. നിങ്ങളുടെ കരം സ്വർഗത്തിലോട്ട് ദൈവം നമ്മുടെ കരത്തിൽ പിടിക്കട്ടെ. എന്നെ ശക്തനാക്കുന്ന സകലത്തിൽ മതിയായിരുന്നു. ദൈവകരത്തിൽ ദൈവകരത്തിലൊന്ന് പിടിക്കട്ടെ. യേശുവേ, ഈ ഹോളിലേക്കുള്ളവർ മാത്രമല്ല, കേൾക്കുന്ന ആരെങ്കിലും കൈയുയർത്തിയിട്ടുണ്ട്. അങ്ങയുടെ കരം, അങ്ങയുടെ കരം, അങ്ങയുടെ കരം അവരുടെ കയ്യിൽ പിടിച്ചെടുക്കണം. അങ്ങയുടെ കരം അവരുടെ കയ്യിൽ പിടിച്ചെടുക്കണം. അങ്ങയുടെ കരം അവരുടെ കയ്യിൽ പിടിച്ചെടുക്കണം. നിങ്ങളെ ശക്തനാക്കുന്ന ദൈവമാണ്. അന്യഭാഷകളുടെ ദൈവത്തെ സ്തുതിച്ചാണ്. കൈയുയർത്തൽ അന്യഭാഷകളുടെ ദൈവത്തെ സ്തുതിച്ചാണ്. ദൈവം ആ സാധനത്തിൽ ഇറങ്ങി വരട്ടെ. ദൈവം നിങ്ങളുടെ കൈകളിൽ പിടിക്കട്ടെ. Yes, Lord Jesus. Yes, Lord Jesus. We surrender, Lord. We surrender our need, Father God. We surrender our need, Lord Jesus. Thank you. Thank you, Lord. ഞങ്ങളുടെ ആവശ്യങ്ങൾ ദൈവകൾക്ക് സമർപ്പിക്കുന്നു. യഹോവയുടെ ഇറങ്ങി വന്നു. Thank you, Lord Jesus. Thank you, Lord Jesus. Thank you, Lord Jesus. കർത്താവേ, കൈയുയർത്തി എല്ലാവരെയും ദൈവകൾക്ക് സമർപ്പിക്കുന്നു. ഈ ആഴ്ച അവരുടെ ജീവിതത്തിൽ ആവശ്യമായ ദൈവം നൽകുന്നു. ദൈവം നൽകുന്നു. ഒരു അത്ഭുതകരമായ വഴികൾ അവർ കണ്ടെത്തുന്നതാണ്. മരുഭൂമിയിൽ നീരുറവ തുറക്കുന്ന ദൈവം അവർക്ക് വേണ്ടി നീരുറവ തുറക്കണം. ദൂതനെ അയക്കേണ്ടടുത്ത് ദൂതനെ അയച്ചു തന്നെ നീരുറവ തുറക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ ഭയവും, എല്ലാ സംശയവും, എല്ലാ അസംതൃപ്തിയും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുന്നു. ആ സ്ഥാനത്ത് വലിയ ധൈര്യം പരിശുദ്ധവരെ നിറച്ച, പരിശുദ്ധവരെ നിയന്ത്രിച്ചെടുക്കേ, പരിശുദ്ധവരെ നയിച്ചെടുക്കേ. ദൈവത്തെ നമുക്ക് തുറന്ന് ആരാധന പ്രവേശിക്കാം.